ഇന്ന് കാലത്ത് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ ഒരു അച്ചാച്ചൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന് സഞ്ചയനായിരുന്നു. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എണീറ്റ് റെഡിയായത്. റെഡിയായിട്ട് ഞാൻ പോയി. ഞാനും സേമോളും കൂടിയിട്ട് പോയി. ആര്യൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ആര്യനെ വിളിച്ചിട്ട് പോകാൻ നേരത്ത് വിളിച്ചിട്ട് ഞാനിങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അവനെ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ പെട്ടെന്ന് പോയി വരും. ഒരു അരമണിക്കൂറിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. പോവുക, അവിടേക്കൊന്ന് അവരേനൊക്കെ ഒന്ന് കാണുക, ഫുഡ് കഴിക്കുക, പോരുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് അവിടെ നിന്നായിരുന്നു. ഇഡ്ഡലിയും പിന്നെ സാമ്പാറും ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാനും സീമോളും വന്നു. സീമോൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. സീമോൾക്ക് ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ കോഴിമുട്ടയും ബ്രെഡും അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആര്യനും ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ കൊടുത്തു. പിന്നെ ഇപ്പോൾ അതേ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ് കേട്ടോ. ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ തെർമലിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുക്കളയിലൊക്കെ നിന്നിട്ട് പണിയെടുക്കുമ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിലത്തെ ജനലൊക്കെ ഇപ്പോൾ തുറന്നിടും. പിന്നെ ഞാൻ മഷ്റൂം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെയും കൂടി ഉള്ളൂ ഡേറ്റ്. ഇനിയും അത് എടുത്ത് വെച്ചാൽ ഡേറ്റ് കഴിയും. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഇന്ന് മസാല പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കുള്ള ഉള്ളിയൊക്കെ ഞാനിങ്ങനെ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ മഷ്റൂം ഞാൻ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ കുക്ക് ചെയ്യണത്. അല്ലെങ്കിൽ ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി ഇങ്ങനെ വഴറ്റുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാറാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നി എല്ലാം അരിഞ്ഞ് വെച്ചതിൻ്റെ ശേഷം കുക്ക് ചെയ്യാമെന്ന്. അതുപോലെ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് ഞാൻ കാലത്ത് തന്നെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിട്ട് വന്നപ്പോൾ ഞാൻ അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കറിക്കുള്ളതെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാനിന്ന് അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത്. അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിന് പാകത്തിനുള്ള ചട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മീൻകറി അങ്ങനെ ചിലപ്പോൾ ചിക്കൻ കറി അങ്ങനെ അടുപ്പത്ത് വെക്കുക എന്നല്ലാതെ ബാക്കിയെല്ലാതും ഞാൻ സ്റ്റൗമ്മ തന്നെയാണ് ചെയ്യാറ്. അപ്പം ഇന്ന് തോന്നി ഇന്ന് ഇതൊന്ന് വെച്ച് നോക്കാം. ഞാനങ്ങനെ കറി അങ്ങനെ ഐറ്റംസ് ഒന്നും ഞാൻ ഇതുവരെ അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ തറവാട്ടിൽ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അമ്മ അടുപ്പത്തൊക്കെ വെക്കും. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിന്ന് അതൊന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. പിന്നെ ഉള്ളിയെല്ലാം വഴറ്റിയതിൻ്റെ ശേഷം ഞാൻ മഷ്റൂമൊക്കെ ഇട്ടിട്ട് മഷ്റൂം എല്ലാം കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ ആ ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നാലോ വെച്ചിട്ട് ഞാൻ പകുതിയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വാടിയിട്ട് വെച്ചെങ്കിൽ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തുള്ളത്. സ്റ്റൗമ്മ വയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഞാനിങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ. അത് മഷ്റൂമിൽ തന്നെ ഇഷ്ടംപോലെ വെള്ളം വരുമല്ലോ. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ വേവിക്കാറ്. ഇതെനിക്കൊരു പേടി, അടിയിലെങ്ങാനും പിടിച്ചാലോ. അതുകൊണ്ട് ഞാനൊരു ലേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് തന്നെ അതിന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഞാൻ വറ്റിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ ഞാനത് എടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ആ ഭാഗത്ത് തന്നെ ഞാൻ ചട്ടിയിൽ ചിക്കൻ കൂടി വറുക്കാൻ വെക്കുകയാണ് കേട്ടോ. പക്ഷേ ചിക്കൻ വറുക്കാൻ വെച്ചത് ഒരു അബദ്ധമായിപ്പോയി. കാരണം ആ ചീനച്ചട്ടി തീരെ കനമില്ലാത്തത്, അലുമിനിയത്തിൻ്റെ അല്ലേ. അപ്പോൾ തീരെ കനമില്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. അപ്പോൾ കണ്ട ആ സംഭവമൊക്കെ കരിഞ്ഞു എന്ന് വെച്ചാൽ ചിക്കൻ കരിയൊന്നും ചെയ്തില്ല. പക്ഷേ അതിലത്തെ മസാലയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ പോലെയായി. ഞാൻ വിചാരിച്ചത് മസാലയൊക്കെ കരിഞ്ഞിട്ടെങ്കിൽ ഇപ്പോൾ തിന്നാൻ പറ്റുന്നുണ്ടാവില്ല എന്ന്. പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ ചിക്കനും ഇതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ ഇതിലത്തെ പൊടിയൊക്കെ എങ്ങനെയായെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ ചിക്കനൊക്കെ വറുത്തിട്ടുണ്ട്. തറവാട്ടിലാവുമ്പോൾ അടുപ്പത്ത് തന്നെയാണ് ഈ ചിക്കനൊക്കെ വറുക്കാറ്. അപ്പോൾ അവിടെ നല്ല കട്ടിയുള്ള പാത്രമല്ലേ ഉപയോഗിക്കാറ്. അതുകൊണ്ടാവും ഇങ്ങനെ ആവാതിരുന്നത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കട്ടിയുള്ള പാത്രം ഉപയോഗിച്ചുകൊണ്ടാവും ചിക്കൻ്റെ അതൊന്നും ഇങ്ങനെ കരിയാതെ നല്ലപോലെ കിട്ടിയിരുന്നത്. ഇതിപ്പോൾ ഞാൻ തീരെ കട്ടിയില്ലാത്ത പാത്രമല്ലേ ഉപയോഗിച്ചത്. അതുകൊണ്ടാവും ഇങ്ങനെ ആയത് എന്നാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ മോരുകറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചോറിനായിരിക്കുകയാണ്. ആരിനും പിന്നെ മോരുകറിയൊന്നും വേണ്ട. സീമോളും ഞാനും മോരുകറിയും ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. മഷ്റൂം സീമോൾക്ക് കൂട്ടിയിട്ടില്ല. അത് കുറച്ച് എരിവുണ്ടാവുമല്ലോ. അവൾക്ക് ചിക്കനൊക്കെ ഞാൻ എരിവില്ലാതെ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അവൾക്ക് കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം ഇപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ എണീറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഇന്നലെ അരി വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ടതും പിന്നെ ശർക്കരയും കൂടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ തിരുമ്പിയിട്ട് വാഷിംഗ് മെഷീനിൽ വെച്ചിട്ടുണ്ടായിരുന്ന തുണിയാണ്. ഞാൻ മറന്നുപോയി അതെടുത്തിട്ട് അഴയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മേലേക്ക് അത് കൊടുന്നിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിടാൻ വയ്യ. പുറത്ത് ഗ്രില്ലൊക്കെ അടച്ച് പൂട്ടിയാൽ പിന്നെ തുറക്കാറില്ല. അപ്പോൾ മേലെ കൊടുന്നിടുകയാണ് കേട്ടോ തുണിയൊക്കെ. സീമോളെന്നെ തറവാട്ടിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അതാണ് സീമോൾ എൻ്റെ കൂടെ ഇല്ലാത്തത്. അല്ലെങ്കിൽ ആ മേലേക്ക് വരുന്നത് കണ്ടാൽ സീമോൾ ആദ്യം എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ അവളെന്നെ നോക്കണം. തുണി ഇടുന്നേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. പിന്നെ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് ഓപ്പണാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ട് അവളെ എത്തിച്ച് നോക്കും. അതാണ് ഏറ്റവും ഡേഞ്ചർ. അപ്പോൾ തുണിയൊക്കെ ഒരുവിധം ഇട്ട് കഴിഞ്ഞ് ഞാൻ അടുപ്പ് അങ്ങനെ ഉപയോഗിക്കാത്ത കാരണം വെള്ളം തിളപ്പിക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും മീൻകറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാലായി. അതുകൊണ്ട് തന്നെ എനിക്ക് വിറകിന് വലിയ ചിലവില്ല കേട്ടോ. വിറകൊക്കെ അവിടെ അങ്ങനെ കിടക്കുകയാണ്. മേലെ കുറേ ചകിരി ഇതൊക്കെ കിടക്കുന്നുണ്ട്.
പിന്നെ അത് ഞാൻ മേലെ നിന്ന് എടുത്തുകൊടുന്ന ഡ്രസ്സാണ് കേട്ടോ. 2 ദിവസമായി തോന്നുന്നു ഡ്രസ്സുകളൊക്കെ മേലെ കൊണ്ടുപോയിട്ടിട്ട്. അപ്പോൾ ഇതേപോലെ മേലേക്ക് കയറുമ്പോഴാണ് പിന്നെ ആ ഡ്രസ്സൊക്കെ എടുത്തോണ്ടിരിക. അപ്പോൾ ഞാൻ അതൊക്കെ മടക്കി വയ്ക്കുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുമ്പോൾ ഞാൻ ആര്യൻ്റെ ഡ്രസ്സൊക്കെ ആര്യനെ കൊണ്ട് മടക്കി വയ്പ്പിക്കാറുണ്ട് കേട്ടോ. അന്നിപ്പോൾ ആര്യം പഠിക്കുകയാണ് ഇരുന്നിട്ട്. ഇനിയിപ്പോൾ അവർക്ക് എക്സാമൊക്കെ അല്ലേ തുടങ്ങണത്. അപ്പോൾ റിവിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അവനെ വിളിച്ചില്ല. പിന്നെ അത് റൂമിലത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ഉച്ചയ്ക്ക് കിടന്നിട്ട് പിന്നെ അതൊക്കെ ആകെ അങ്ങനെ ചുളുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ പോയി മേലെഴുകി കേട്ടോ. മേലെഴുകി വന്നപ്പോൾ ഞാൻ മുരിങ്ങേൻ്റെ ഇല പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നാക്കി വെക്കുകയാണ്. എന്നാൽ പിറ്റേ ദിവസം എടുത്തിട്ട് കറി വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അത് നന്നാക്കി വെക്കുകയാണ് കേട്ടോ. ആരിന് ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ചോറിനൽ കഴിയുമ്പോഴേക്കും എൻ്റെ മുരിങ്ങയുടെ ഇല നന്നാക്കൽ കഴിയും കേട്ടോ. അത്രയും സ്പീഡിലാണ് ആരും ചോറിന്.